ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി. അത് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് അതും പ്രകാരം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഇഗ്നിഷൻ സ്വിച്ചാണ് കംപ്ലൈൻറ്റ് കേട്ടോ, കീ സെറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് ഓൾറെഡി മാറുന്ന ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം റെഡി ആയിക്കോളും. പിന്നെ ഫ്രണ്ട് ഫോർക്ക് സൈഡ് ഓയിൽ ലീക്കിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഓയിൽ സീൽ മാറ്റാനായിട്ട് നമ്മൾ ഫ്രണ്ട് അയച്ചിട്ടുണ്ട്. അയച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോർക്കിൻ്റെ പ്ലേറ്റിങ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. പറയാൻ കാരണം ഈ മാർക്ക് ചെയ്തിട്ടാണ് ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശരിക്കും തുരുമ്പിട്ടിട്ട് ചെറിയ ചെറിയ ഒരു കുഴികൾ പോലെ അതിനകത്ത് വന്നിട്ടുണ്ട് ആ പൈപ്പിന്. ഇതൊരു പ്രാവശ്യം പ്ലേറ്റ് ചെയ്താണ് പൈപ്പാണ് സംഭവം. അപ്പോൾ നിലവിൽ ഫോർക്ക് പൈപ്പ് മാറ്റിയിട്ട് ഓയിൽ സീൽ മാറ്റിയാലാണ് ഓയിൽ ലീക്കിൻ്റെ ദിവസം ക്ലിയർ ആവുള്ളൂ കേട്ടോ. അല്ലാതെ കൊണ്ട് നമ്മളിപ്പോൾ ഓയിൽ സീൽ മാറ്റിയാൽ നിൽക്കില്ല. ഓൾറെഡി പൈപ്പ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ലീക്ക് വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിലവിൽ അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് സ്റ്റാൻഡ് സൈഡിലാണ്. അത് തന്നെയല്ല നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം, അതായത് ടൈമിങ് ചെയ്യേണ്ട സൗണ്ട് ഉണ്ട്, ചിലമ്പൽ സൗണ്ട് പോലെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഓയിലില്ല. കാരണം ഞാൻ ഓയിൽ സ്റ്റിക്കിനകത്ത് ഓയിൽ കാണിക്കുന്നില്ല. ചിലപ്പോൾ അടിയിൽ കുറച്ചുണ്ടാവും, ഊറ്റി പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓയിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലെവൽ കുറവുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കണേൽ വലിയ കഥയില്ല. ഓയിൽ മാറ്റണമായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഓയിൽ സീലിൻ്റെ കേസ് നമുക്കൊന്ന് അഴിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. മെയിനായിട്ട് ഇത്രയും മാർക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ കേസ് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് വേറെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് തോന്നുന്നില്ല, തെളിയണൊക്കെ ഉണ്ട്. പിന്നെ പെട്രോൾ സ്മെല്ല് പറഞ്ഞപ്പോഴും നമ്മൾ ടാങ്കിൻ്റെ ഭാഗമൊക്കെ നോക്കിയായിരുന്നു. ലീക്കേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഓവർഫ്ലോ കാര്യങ്ങളോ അതൊന്നും നിലവിൽ കാണുന്നില്ല നിലവിൽ കേട്ടോ. ഇത്ര കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണത്. അത് കീ സെറ്റ് മാറണുണ്ട്. അതേപോലെ തന്നെ ഫോർക്കിൻ്റെ ഓയിൽ വിത്ത് ഓയിൽ സീൽ, ആ ഫോർക്ക് പൈപ്പ് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. പിന്നെ അതേപോലെ എൻജിൻ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. കാരണം നിങ്ങൾ റിപ്ലൈ ചെയ്യണനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ്റെ ഈ സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ഓയിൽ ലീക്കിൻ്റെ കേസ് ഉണ്ട്. അപ്പോൾ അത് അയച്ച് നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.